അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. നെയ്യപ്പം ചെറിയ ആൾക്കാരൊന്നും ചുട്ടാൽ നന്നാവൂല അല്ലേ. അപ്പോൾ എൻ്റെ അമ്മ നെയ്യപ്പം ഉണ്ടാക്കണ ആ ഒരു രീതിയിലാട്ടോ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കണത്. അപ്പോൾ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നെയ്യപ്പം നല്ല സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ നല്ല പൊള്ളച്ച് വരാനും ഉള്ള കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നാലച്ച് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു 3 കപ്പോളം പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് അധികം പച്ചരി വെള്ളത്തിലിട്ടതുണ്ട്. അപ്പോൾ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്. 3 പപ്പടം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ നെയ്യപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതേപോലെ പപ്പടം വെള്ളത്തിലിട്ടിട്ട് അരി അരക്കണ കൂട്ടത്തിൽ അതും അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം അതേപോലെ നെയ്യപ്പം ഒക്കെ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് പച്ചരി കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ആ ഒരു പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്ന് അരിച്ചിട്ട് അതും കുറച്ചേക്ക് ചേർത്തിട്ട് അരച്ചെടുത്തു. പിന്നെ 1 കപ്പ് അരിയും കൂടെ ഞാൻ ഈ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ശർക്കരപ്പാനി കുറച്ചേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് നെയ്യപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്താലും മതി. എന്നിട്ട് ഇത് അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടു പോയതാട്ടോ, നമ്മൾ ഫസ്റ്റത്തെ ബാച്ച് അരി അരച്ചെടുത്തല്ലോ, ആ ഒരു കൂട്ടത്തിൽ ഒരു 4 ഏലക്ക കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും നെയ്യപ്പത്തിന്. അങ്ങനെ ആ മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഒരു നുള്ള് അപ്പസോഡ കേട്ടോ, ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല. ഇതിപ്പോൾ തന്നെ ചുട്ടെടുക്കും കേട്ടോ. ഞാൻ രാവിലെയാണ് മാവ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഞാനേ കുറച്ചധികം പച്ചരി ഉണ്ടായിന് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ അത് ഫുള്ളാക്കിയില്ല. അപ്പോൾ നമുക്കൊരു 65 പാലപ്പത്തിനുള്ള ഓർഡർ ഉണ്ടായിന് കേട്ടോ. പിന്നെ അവർ വിളിച്ചറിഞ്ഞ് ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ടു. പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം ചുട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അരി നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് മാവൊക്കെ റെഡിയാക്കണമല്ലോ. അങ്ങനെ അരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വിളിച്ചറിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ, പാലപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ അരി ഉണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കേനി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ച് നെയ്യപ്പം ബാബു പോകുമ്പോൾ കടയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറിയൊരു കട ഉണ്ട്, ഫ്രഷ് ജ്യൂസിൻ്റെ കടയാണ്, അല്ലാതെ ചായയും കടയൊന്നും അല്ല. എന്നാലും അവിടെ മെഷീൻ ചായ ഉണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കൊടുത്തോളും വിചാരിച്ചുകൊണ്ട് അങ്ങനെ നെയ്യപ്പം ചുട്ട് രാവിലെ കൊടുക്കാനാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള അരി കൊണ്ട് കുറച്ച് അരി എടുത്തിട്ട് ഞാൻ ഓട്ടട ഉണ്ടാക്കിട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അത് കഴിഞ്ഞതിന് ശേഷം ആ അടുപ്പത്ത് തന്നെ ചട്ടി വെച്ച് എണ്ണയൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി നെയ്യപ്പാട്ടോ, നല്ല വീർത്ത് പൊള്ളച്ച് വരുന്ന നെയ്യപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അരി വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിയതട്ടോ. പിന്നെ മക്കൾക്ക് ആർക്കും ഇങ്ങനെ മധുരമുള്ള കടിനോട് ഇഷ്ടമല്ല, അവർക്കൊക്കെ എരിവുള്ള കടികളാണ് കേട്ടോ ഇഷ്ടം. പിന്നെ കുറച്ചും കൂടെ മാവുണ്ട് കേട്ടോ നെയ്യപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ അത് ഞാൻ ബാബുവിന് കടയ്ക്ക് കൊടുത്തയച്ചു.